നാണം കലർന്ന ചിരിയും ശൃംഗാരഭാവവുമായി നെയ്ത്തിരി വിളക്കിൻ്റെ പ്രഭയിൽ അതിസുന്ദരികളായ പുരുഷ കേസരികൾ അമ്പലപ്പറമ്പിൽ ഒഴുകി നടക്കുന്നു. കണ്ണിന് മിഴിവേകുന്ന വർണ്ണങ്ങളും അലങ്കാരങ്ങളും ചാർത്തി നെയ്ത്തിരി വിളക്കിൻ്റെ വെളിച്ചത്തിൽ അവരൊരുങ്ങി വരുമ്പോൾ സ്ത്രീകൾ പോലും വിസ്മയിച്ച് നിന്നുപോകും. എവിടെ തിരിഞ്ഞാലും എങ്ങോട്ട് നോക്കിയാലും സുന്ദരിമാർ. ഇത് ചവറ കൊറ്റൻകുളങ്ങര ചമയവിളക്കുത്സവം. അങ്കനമാരെ വെല്ലുന്ന അംഗലാവണ്യത്തോടെ ലാസ്യ ശൃംഗാരരസങ്ങൾ കൺകോണുകളിൽ ഒളിപ്പിച്ചു വെച്ച നെയ്ത്തിരിയിട്ട ചമയവിളക്കിൻ്റെ വെളിച്ചത്തിൽ പുരുഷ കേസരിമാരുടെ പകർന്നാട്ടത്തിൻ്റെ രണ്ടാം ദിനം. അഭീഷ്ടകാര്യസിദ്ധിക്കായിട്ടാണ് പുരുഷന്മാർ വ്രതം നോറ്റ പെൺവേഷം കെട്ടി ദേവീ പ്രീതിക്കായി വിളക്കെടുക്കുന്നത്. പുരുഷാംഗനമാരിലേറെയും സെറ്റും മുണ്ടും പട്ടുസാരിയും കേരള സാരിയുമൊക്കെ ഉടുത്ത പരമ്പരാഗത വേഷത്തിലെത്തുന്നവരാണ്. അവരെടുക്കുന്ന വിളക്കിന് ചമയവിളക്ക് എന്നാണ് പറയുക. മധ്യ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിൽ ഉത്സവവേളകളിൽ ഉപയോഗിക്കുന്ന സവിശേഷമായ വിളക്കാണത്. 5 തിരിയുള്ള വിളക്ക്. അരയ്ക്കൊപ്പം ഉയരമുള്ള തടിക്കഷ്ണത്തിൽ ഘടിപ്പിച്ചതാണ് ചമയവിളക്ക്. ആണ് പെണ്ണാകുന്ന ഉത്സവരാത്രിയാണിത്. കൊല്ലത്തിനും കരുനാഗപ്പള്ളിക്കുമിടയിൽ ചവറ ദേശീയ പാതയോരത്തുള്ള കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിൽ വർഷം തോറും മീനമാസം 10-നും 11-നും നടക്കുന്ന ചമയവിളക്ക് അപൂർവമായൊരു അനുഷ്ഠാനവും ഉത്സവവുമാണ്. ക്ഷേത്ര പരിസരം മുഴുവൻ എന്ന വിളക്കേന്തിയ പുരുഷാംഗനമാരെ കൊണ്ട് നിറയും. പുരുഷന്മാർ അങ്കനവേഷത്തിൽ ചമയവിളക്കേന്തുന്ന ആചാരപ്പെരുമ കൊറ്റൻകുളങ്ങര ക്ഷേത്രത്തിന് മാത്രം സ്വന്തം. ലോകത്ത് മറ്റൊരിടത്തും ഇത്തരമൊരു അപൂർവ കാഴ്ച കാണാനാകില്ല. പലതരത്തിൽ പല വേഷത്തിൽ കുഞ്ഞു കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ വാലിട്ട് കണ്ണെഴുതി പൊട്ടുതൊട്ട മുല്ലപ്പൂ ചൂടി ആടയാഭരണ വിഭൂഷിതരായി വിളക്കെടുക്കുവാനെത്തും. കാർക്കൂന്തൽ കോതിയൊതുക്കി നാണത്താൽ മുഖം കുനിച്ച കടമിഴികളാൽ കവിതയെഴുതുന്ന സുന്ദരാംഗനമാർ. ആഗ്രഹപൂർത്തീകരണത്തിനായി നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ചമയവിളക്കിൻ്റെ രണ്ടാം നാൾ എല്ലാ സഞ്ചാരപഥങ്ങളും കൊറ്റൻകുളങ്ങരയിലേക്ക് നീളം. സ്ത്രീവേഷമണിഞ്ഞ് വിളക്കെടുത്താൽ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കുമെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. ആഗ്രഹപൂർത്തീകരണത്തിനായി ആണിൽ നിന്ന് പെണ്ണിലേക്കുള്ള ഒരു പരകായ പ്രവേശം. പെൺവേഷം കെട്ടുന്നതോടെ അവരുടെ നടപ്പും ഭാവവുമെല്ലാം ശരിക്കും പെണ്ണിൻ്റേതായി മാറുന്നു. പട്ടുസാരിയും സെറ്റും മുണ്ടും ചുരിദാറും, പിന്നെ വേഷത്തിനിണങ്ങുന്ന കമ്മൽ, മാല, വളകൾ, പോരാത്തതിന് ശൃംഗാരഭാവത്തിലുള്ള ഒരു ചിരിയും. ആണുടലുകളിൽ പെണ്ണഴക് വിടർത്തുന്ന ചമയപ്പുഴകളും ചമയവിളക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന കേന്ദ്രങ്ങളും ഫോട്ടോ എടുക്കുന്ന താൽക്കാലിക സ്റ്റുഡിയോകളും ഉത്സവ വിഭവങ്ങളുടെ കൊച്ചു കൊച്ചു കടകളും അങ്ങനെ ഈ ദിവസങ്ങളിൽ കൊറ്റൻകുളങ്ങര മറ്റൊരു ലോകമാകും. ഉടലഴകിൻ്റെ സുന്ദര കാഴ്ചകളായിരിക്കും ചുറ്റിലും. നെയ്ത്തിരി വിളക്കിൻ്റെ പ്രഭയിൽ നാണം കലർന്ന ചിരിയും ശൃംഗാരഭാവവുമായി അതിസുന്ദരികൾ ഒഴുകി നടക്കുന്നു. അവരെ അസൂയയോടെ നോക്കി മാറി നിൽക്കുന്ന നിറം മങ്ങിയ പാവകളാണ് യഥാർത്ഥ സ്ത്രീകളെന്ന് തോന്നിപ്പോകുന്നു. പയ്യന്മാർ ഈ മോഹിനികൾക്കൊപ്പം നിന്ന് സെൽഫി എടുക്കുന്നത് പുതുകാഴ്ച. സെറ്റ് മുണ്ടും പട്ട് സാരിയുമായി പരമ്പരാഗത വേഷത്തിലെത്തുന്നവരാണ് പുരുഷാംഗനമാരിലേറെയും. ചുരിദാർ ധരിച്ചെത്തുന്ന ചെറിയൊരു വിഭാഗവും ഇല്ലാതില്ല. കുമാരന്മാരെ അണിയിച്ചൊരുക്കുന്ന അധികവും അമ്മമാരും പെങ്ങൾമാരുമായിരിക്കും. തന്നെക്കാൾ സുന്ദരിയായി മാറിയ ഭർത്താവിൻ്റെ കൈപിടിച്ച വിളക്കിൽ എണ്ണ പകർന്ന് അടുത്തു തന്നെ നിൽക്കുന്ന ഭാര്യമാരുടെ ചിത്രം രസമുള്ള കാഴ്ചയാണ്. ഇന്നലെ വരെ മീശ പിരിച്ച ഗൗരവക്കാരായി നിന്ന ഭർത്താവ് തൻ്റെ അടുത്ത് നാണം കുണുങ്ങി തലകുനിച്ച് നിൽക്കുമ്പോൾ
ഭാര്യമാരുടെ മനസ്സിലും ചുണ്ടിലും ഒരു നേർത്ത പുഞ്ചിരി വിരിയുന്നുണ്ടാകുമോ? ദീപാരാധനയ്ക്ക് ശേഷം നടവിട്ടിറങ്ങുന്ന ദേവിയെ അനുഗമിച്ച 7ഉം 5ഉം തിരിയിട്ട ചമയവിളക്കേന്തി പ്രായഭേദമന്യേ അവർ ക്ഷേത്രം വലം വയ്ക്കും. 3 വട്ടം. ചെണ്ടമേളവും ഗജവീരന്മാരും കെട്ടുകാഴ്ചകളും അകമ്പടി സേവിക്കും. വർഷം തോറും മലയാള മാസം മീനം 10നും 11നും നടക്കുന്ന ചമയവിളക്ക് ലിംഗസമത്വത്തിൻ്റെ പൗരാണികമായ ഹൈന്ദവ മാതൃക കൂടിയാണ്. കേരളത്തിൽ 2 നാൾ ഒരേ ചടങ്ങുകൾ ആവർത്തിക്കുന്ന ഉത്സവവും വേറെങ്ങുമില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും മുല്ലപ്പൂ ചൂടി അണിഞ്ഞൊരുങ്ങിയ മോഹിനിമാർ, അഴകിൻ്റെ, അലങ്കാരത്തിൻ്റെ, അംഗലാവണ്യത്തിൻ്റെ മറുപേരാകും ഈ പുരുഷാംഗനമാർ. കടക്കണ്ണിൽ വിരിയുന്ന ലാസ്യഭാവങ്ങൾ അവരുടെ അഴകേറ്റും. ഇത് കൊല്ലം ചവറ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രം. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി പുരുഷന്മാർ സ്ത്രീവേഷമണിഞ്ഞ ദീപമേന്തുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മീനം 10ഉം 11ഉം കൊറ്റൻകുളങ്ങരയ്ക്ക് ഉത്സവരാവുകളാണ്. അന്നാണ് ചമയവിളക്കേന്താൻ പ്രായഭേദമന്യേ നൂറുകണക്കിന് പുരുഷന്മാർ ദേവീസന്നിധിയിലെത്തുക. ഇഷ്ടദേവതയ്ക്കായി പരകായ പ്രവേശത്തിലൂടെ സ്വയം സമർപ്പണം. പുരുഷന്മാർ സ്ത്രീയായി വേഷം കെട്ടുന്ന ആ വേഷത്തിൽ ഉറക്കമിളയ്ക്കുന്ന ദേവിയുടെ മുന്നിൽ വിളക്കെടുക്കുന്ന ഉത്സവ രാത്രിയാണിത്.